ചെറുതാണെങ്കിലും നന്മ വിട്ടേക്കരുത്. ചെറുതാണെങ്കിലും നന്മയെ ലാഘവത്തോടെ കാണരുത്. നമ്മളതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് കാണരുത്. ചെറിയ വിഷയമാകും കേട്ടോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണനക്ക് വരുന്നത്. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി അടിച്ചു വാരിയിരുന്നൊരു ബീവിയാണല്ലോ ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹാ. സ്വഹാബത്ത് ഒഴിഞ്ഞു പോകുന്ന നേരം നോക്കി സുബ്ഹി നിസ്കാരം കഴിഞ്ഞൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെല്ലാവരും പള്ളിയിൽ നിന്ന് പോയി പള്ളിക്കാലിയാകും. അന്നേരം വന്നു നോക്കി തലേ ദിവസം ചൂട്ട് കത്തിച്ചതിന്റെ അല്ലറ ചില്ലറ എന്തെങ്കിലും പള്ളിയുടെ പല ഭാഗങ്ങളിലും കിടക്കുന്നുണ്ടാകും. മദീനത്തെ പള്ളിയിൽ അന്ന് ലൈറ്റിന്റെ സംവിധാനം വന്നിട്ടില്ല, വിളക്കിന്റെ സംവിധാനം വന്നിട്ടില്ല. അത് കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാ വന്നത്. ഈത്തപ്പന ഓല ചുരുട്ടിയിട്ട് അതിങ്ങനെ വെളിച്ചമാക്കി കൊണ്ടുപോയി വെക്കും. പല ഭാഗത്തും അത് പതുക്കെ പതുക്കെ ഇങ്ങനെ കത്തും. ആ കത്തുന്ന വെളിച്ചത്തിൽ നിസ്കാരം നടക്കും. ആ വെളിച്ചത്തിൽ ഖുർആനോത്ത് നടക്കും. ആ വെളിച്ചത്തിൽ ഇൽമു പറയൽ നടക്കും. ഇതിന്റെ തുരുമ്പുകൾ ബാക്കി കിടപ്പുണ്ടാകും. ഇത് പെറുക്കി നന്നാക്കാൻ ഒരു റിപ്പോർട്ട് പ്രകാരം വന്നിരുന്ന സഹോദരിയാണ് ഉമ്മുദാജിൻ ബീവി റളിയല്ലാഹു അൻഹാ. ആ മഹദിയെ കാണാതിരുന്നപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ അടിച്ചുവാരിയിരുന്ന ആ പെണ്ണിനെ ഇപ്പൊ കുറച്ചു ദിവസം കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. തങ്ങൾ അറിയിക്കണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ തന്നെ രാത്രി അങ്ങനെ നിസ്കരിച്ച് ഞങ്ങൾ തന്നെ ഖബറടക്കി. ദുല്ലൂനി അലാ ഖബരിഹ, ആ പെണ്ണിന്റെ ഖബറൊന്ന് കാണിച്ചു തരൂ. ആ ഖബറിന്റെ അടുത്ത് പോയി നിന്നിട്ട് ഖബറിന്റെ ഉള്ളിൽ വസിക്കുന്ന ഉമ്മുദാജിൻ ബീവിയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം, അയ്യ അഅ്മാലിൻ വജത്തി അഫ്ളലാ. ഓ ഉമ്മുദാജിൻ ബീവി, ഏത് അമലാണ് ഖബറിലെത്തിയപ്പോ ശ്രേഷ്ഠ കർമ്മമായി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടിയത് ഏതാണ്? മഹദി പറയുന്നു, ഉമ്മുൽ മസ്ജിദി യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂലേ, പള്ളി അടിച്ചു വാരി ഖിദ്മത്തെടുത്തല്ലോ. ഇവിടെ വന്നപ്പോ വലിയ സ്വീകാര്യതയുള്ള അമലായി കാണാൻ കഴിഞ്ഞത് പള്ളിയിലെ തുരുമ്പും കുറുമ്പും പെറുക്കിയത് തന്നെ. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, അമലിന്റെ ഉഷാറിനനുസരിച്ച് ഖബറിന്റെ ഉള്ളിൽ സന്തോഷം കിട്ടൂ. ഞാൻ നാട്ടിലെ വലിയ ആളായിരുന്നു എന്നൊരു മേനി കൊണ്ട് ഒന്നും കിട്ടൂല. അമലിന് നല്ല ചുറുക്കുണ്ടോ അവിടെ ടൈം പാസിന് ആള് വരും കേട്ടോ. സുന്നത്തിനെ ഹയാത്താക്കിയിട്ടുണ്ടോ? മറവ് ചെയ്യുന്ന നേരത്ത് തന്നെ നമ്മുടെ കൂടെ മലക്കുകൾ വന്നുപോയി. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർത്തി തന്ന ധാരാളം തിരുചര്യകളില്ലേ, നമ്മൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന്റെ പിന്നാലെ പിടുത്തം വിടാതെ പിടിച്ചു നിന്നു. ഏത് സന്നിഗ്ധ ഘട്ടത്തിലും അത് ഒഴിവാക്കിയില്ല. എത്ര തിരക്കിലും അത് മറന്നില്ല. എത്ര ടെൻഷനിലും അത് വിട്ടില്ല. ആരും മരിച്ചിട്ടും ഒഴിവാക്കിയില്ല. അങ്ങനത്തെ ഒരു സുന്നത്ത് കൊണ്ടെങ്കിലും അതേ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബറിൽ ജയിക്കാൻ പറ്റണം കേട്ടോ.